ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു മൂവി സജഷനും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ചിത്രത്തിൻ്റെ പേര് നീലഗിരി. നായകൻ മമ്മൂക്ക, സംവിധാനം ഐ വി ശശി. നല്ല ബെസ്റ്റ് കോംബോ അല്ലേ. കഥ എഴുതിക്കണവന് നമ്മളെ രഞ്ജിത്തും. ഈ സിനിമ 1991 ഇറങ്ങിയ പാടാണ്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ബോറടിക്കാതിരുന്ന് കാണാം. യൂട്യൂബിൽ നല്ല ക്വാളിറ്റിയുള്ള ഫയൽ കിട്ടാനില്ല, എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഭക്ഷണം കഴിക്കുന്ന ടൈമിനൊക്കെ വെച്ചിരുന്ന് കാണാൻ പറ്റി കിടിലം പാടാണ്. കുറേ പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോഴുള്ള പിള്ളേരൊന്നും ഇത് കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം ഈ സിനിമ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കാണാൻ പറ്റിയ പടം. നമുക്ക് എവിടെ ലാഗില്ലാതെ നല്ല അടിപൊളിയായിട്ടിരുന്ന് കാണാം. ഒരു എന്തിനും പോകുന്നൊരു നായകൻ, അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പ്രശ്നത്തിൽ പെടണം, ഒരു നാട്ടിലെത്തണം. ആ നാട്ടിലാണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നം. അവിടെ ഒരു ഭയങ്കരനായൊരു വില്ലുണ്ട്, ഇയാൾ എന്ത് ചെയ്തു. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മൾ RR ബാഹുബലിയിലൊക്കെ മ്യൂസിക് ചെയ്ത MM കീരവാണിയാണ്. പുള്ളിക്കാരൻ വളരെ കുറച്ച് പടത്തിലേ മലയാളത്തിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളൂ. അതിലൊരു സിനിമയാണിത്. പിന്നെ ഈ സിനിമയുടെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ ലൊക്കേഷൻ തന്നെയാണ്. ഊട്ടി അടിപൊളിയായിട്ട് ഈ സിനിമയിൽ ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കഥ ഊട്ടിയിലായതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കുക ഒന്നുകൂടി രസം തോന്നുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിലുള്ള ഊട്ടി, നമ്മളിപ്പോൾ കാണുന്ന ഊട്ടി അന്ന് കാണുന്ന ഊട്ടി തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഈ സിനിമയിൽ നമുക്ക് എടുത്ത് കാണാം. സെറ്റിട്ടിട്ടാണ് കുറേ എടുത്തിരിക്കുന്നത്, എന്നാലും ഈ പടത്തിൽ ആ ലൊക്കേഷനിൽ കാണിക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഊട്ടിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ലൊക്കേഷൻസ് ദോട്ടാപേട്ടൊക്കെ ഈ സിനിമയിൽ കാണുന്നത് എന്ത് രസം അറിയോ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ലീനിയറായൊരു സ്റ്റോറിയാണല്ലോ, എവിടെയും ത്രില്ലിങ് മൊമെൻറ്റോ കാര്യമൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് ബോറടിയില്ല, ലാഗില്ല, സിമ്പിളായിട്ടിരുന്ന് കാണാം. നല്ല മ്യൂസിക് ഉണ്ടോ, പാട്ടുകളൊക്കെ വേറെ ലെവലാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുഴപ്പമില്ല. ഇതിൽ വില്ലുണ്ട്, എൻ്റെ അമ്മ ഒരു ഒലക്കമത്തെ വില്ലൻ, കാണുമ്പോൾ തന്നെ പേടിയാവും. ഭയങ്കര സൈസായിട്ടൊരു സാധനം, അംജിത് ഖാൻ്റെ ഒക്കെ ടൈപ്പ് ഒരു സാധനം. പക്ഷെ അയാൾ പടത്തിൽ വലിയൊരു ആ ഒരു ഇൻട്രോ വരവും കാര്യമൊക്കെ തന്നെ ഉള്ളൂ, അല്ല വലിയ കാര്യമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാത്ത വില്ലനാണ് കേട്ടോ. ഇതിൽ പിന്നെ ഒരുപാട് ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം. ഈ സിനിമയിൽ മധു അഭിനയിച്ചിട്ടുണ്ട്, കുതിരോട്ടം പപ്പു അഭിനയിച്ചിട്ടുണ്ട്, അഗസ്റ്റിൻ, സോമൻ, സുനിത, അഞ്ജു, കരൺ, ശ്രീവിദ്യ, അങ്ങനെ കുറേ പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കാരണം ഒരിക്കലും ബോറടിക്കില്ല. നല്ല അടിപൊളിയായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു പഴയ സിനിമ, ഒരു വിൻറ്റേജ് പടമായിട്ടിരുന്ന് കാണാം. നല്ല രസമാണ് കണ്ടിരിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. പിന്നെ എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യണം നമ്മൾ വീഡിയോയുടെ ചോട്ടിലിട്ടോ. പടം കണ്ടിട്ട് കാണാത്തവരെന്തായാലും കാണുക. ഈ സിനിമയെ പറ്റിയിട്ട് വേറെ അധികമൊന്നും പറയാനില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയുന്നതിനനുസരിച്ച് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പടമായിട്ട് വരാം. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പടങ്ങൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടും പറയണം കേട്ടോ, ഞാനും കാണും. എന്നിട്ട് അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ഇടാം. ഇനി ഇതേപോലെ കുറേ സജഷൻ വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.